നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉപ്പുതറ MC കവലയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് രതീഷിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. 6 അംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ളതുപോലെ തിരിച്ചു വിളിക്കുവാനും ജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നുവെങ്കിൽ LDF സർക്കാർ കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നുവെന്ന KPCC സെക്രട്ടറി MN ഗോപി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലും ഇടുക്കിയിൽ UDF വിജയിക്കുമെന്നും MN ഗോപി. ഇടുക്കി നെടുങ്കണ്ടത്ത് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. താന്നിമൂട് സ്വദേശി അബ്ദുൾ റസക്കിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അടിമാലി അപ്സറാക്കുന്ന തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കാൻ നടപടിയില്ല. കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പുതറ MC കവലയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് രതീഷിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. 6 അംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് രതീഷിനായി പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു. വിദഗ്ധരായ 6 അംഗ സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. കൊലപാതകത്തിന് ശേഷം കുമിളിയിലെത്തി അതിർത്തി കടക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചതനുസരിച്ച് രതീഷിനായി തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുവെങ്കിലും രജനിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നയന്ന് രതീഷ് വീട്ടിലെത്തിയതായി അഭ്യൂഹം പരക്കുന്നുണ്ട്. പ്രതിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് വളരെ കാര്യക്ഷമമായി നടത്തുന്നുണ്ട്. ഇന്നലെ കൊലപാതകം നടന്ന വീടിന്റെ പരിസരത്ത് പോലീസ് പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഉള്ളവർ വന്നാണ് പരിശോധന നടത്തിയതെങ്കിലും പ്രതിയെ ലഭിച്ചില്ല. ഇന്ന് ഇതിന്റെ സമീപ പ്രദേശമായ കുമരികുളത്ത് പ്രതി എത്തിയിട്ടുണ്ട്, കൊലപാതകം എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചന ലഭിച്ചതിനെ തുടർന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നതിനാൽ വിവിധ ഭാഗങ്ങളിലായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. മത്തായിപ്പാറ MC കവല കുമരികുളം ഭാഗത്ത് ടവർ ലൊക്കേഷൻ കണ്ടതനുസരിച്ച് ഈ ഭാഗങ്ങളിലും ഇന്ന് അന്വേഷണം നടത്തിയെങ്കിലും രതീഷിനെ കണ്ടെത്താനായില്ല. എങ്കിലും പ്രതിയെ ഉടൻ കണ്ടെത്താനായി ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സിറ്റി വിഷൻ ന്യൂസ്, ഉപ്പുതറ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പ ചേരുകയാണ്. ഷിനു, ആദ്യഘട്ടത്തിൽ ഈ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അത്തരത്തിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പറയപ്പെടുന്നത് ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയതായുള്ള കാര്യങ്ങളാണ്. ടവർ ലൊക്കേഷനുകൾ ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം മുമ്പോട്ട് പോവുകയാണോ? എന്തൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഇന്ന് തിരച്ചിൽ നടത്തിയത്? രജനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഊർജിത അന്വേഷണമാണ് പോലീസ് നടത്തി വരുന്നത്. അന്വേഷണമായി നിയമിച്ചുള്ള 6 അംഗ സംഘം പ്രധാനമായും പ്രതിയെന്ന് സംശയിക്കുന്ന രതീഷിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി വരികയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടിയാണ് ടവർ ലൊക്കേഷൻ നോക്കിയുള്ള അന്വേഷണവും തിരച്ചിലും വിവിധയിടങ്ങളിൽ പോലീസ് നടത്തുന്നുണ്ട്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നായി പോലീസിന് ആദ്യ വിവരം ലഭിച്ചെങ്കിലും CCTV ദൃശ്യങ്ങളിൽ ഇയാൾ അതിർത്തി കടന്നായി മനസ്സിലാക്കി പോലീസ് തമിഴ്നാട്ടിലടക്കം വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം ഇതിനുശേഷവും ഇയാൾ ഇവിടെ എത്തിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ പരിശോധനയിൽ ലഭിച്ച ടവർ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും രതീഷിനെ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടുന്ന ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തി വരുന്നത്. ഉപ്പുതറയിൽ നിന്ന് ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി ഷിനു. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ളതുപോലെ തിരിച്ചു വിളിക്കുവാനും ജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നുവെങ്കിൽ LDF സർക്കാർ കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നുവെന്ന് KPCC സെക്രട്ടറി MN ഗോപി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും LDF സർക്കാരിനെതിരെയുള്ള ജനരോഷം പ്രതിഫലിച്ചിട്ടുണ്ടെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലും ഇടുക്കിയിൽ UDF വിജയിക്കുമെന്നും MN ഗോപി സിറ്റി വിഷനോട് പറഞ്ഞു. ഭൂപ്രശ്ന പരിഹാരവും ഉപാധിരഹിത പട്ടയവും ജനങ്ങളെ കബളിപ്പിക്കുവാൻ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക മാത്രമാണെന്നും MN ഗോപി കുറ്റപ്പെടുത്തി. ജനാധിപത്യത്തിൽ ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഉള്ള അവകാശം പോലെ അവരെ
തിരിച്ചു വിളിക്കാനും കൂടി അവകാശമുണ്ടായിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് കേരളത്തിൽ നിലനിൽക്കത്തില്ല. പിന്നെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് പാർലമെൻറ്റ്, പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പ്രതികരണമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെമ്പാടും നടന്നിട്ടുള്ളത്. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ശക്തമായ ജനരോഷം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥികൾ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല. ആര് മത്സരിച്ചാലും മുഴുവൻ UDF പ്രവർത്തകരും അരയും തലയും മുറക്കി ഈ തെരഞ്ഞെടുപ്പിൽ അവരെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും. ഇനിയൊരു പരാജയത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് KPCC തുടങ്ങി താഴെ ബൂത്ത് കമ്മിറ്റി വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സംഘടന മികവ് പ്രകടമാക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. 5 സീറ്റിലും ഇടുക്കിയിലെ UDF ജയിക്കും. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കും, ഉപാധിരഹിത പട്ടയം. ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ ആർക്കെങ്കിലും ഒരു ഉപാധിരഹിത പട്ടയം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്നും ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ജില്ലയായി ഇടുക്കി മാറുകയാണ്. ഇടുക്കിയിൽ മാത്രമാണ് ഈ സങ്കീർണത നിലനിൽക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് ഇടുക്കിയിലെ മന്ത്രി റോഷി അഗസ്റ്റിനോ ഇതിനു മുമ്പ് മന്ത്രിയായിരുന്ന MM മണിയോ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വനം മാഫിയയുടെയും അല്ലെങ്കിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ ഇടപെടലുകൾ നടത്താൻ ഇവർക്ക് അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്നും ആളുകളെ ഒഴിവാക്കുക, ഇത് സമ്പൂർണ്ണമായി വനമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായ അജണ്ടയാണ് ഇതിന് മുന്നിലുള്ളത്. ഇടുക്കി നെടുങ്കണ്ടത്ത് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. താന്നിമൂട് സ്വദേശി അബ്ദുൾ റസഖന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്ക് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും പൂർണ്ണമായി നശിച്ചു. രാവിലെ 10:30ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. റോഡ് പണിക്കായി ലോഡ് കയറ്റി വന്ന ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നും മെറ്റൽ കയറ്റി വന്ന ടോറസ് വാഹനം കയറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പിന്നോട്ടുരുണ്ട വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് നേരിയ പരിക്കുകളും സംഭവിച്ചു. ഭീകരമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ എല്ലാ കുഞ്ഞുങ്ങളെല്ലാം രക്ഷപ്പെട്ടത് ദൈവാധീനമാണ്. പിന്നെ ഈ വണ്ടി ഇവിടെ നിർത്തുന്നതും തിരിക്കരുത് ഞാൻ പറഞ്ഞതാണ്. എന്നാ വെച്ചാൽ പിന്നെ ഈ റോഡ് ബലമില്ലാത്തൊരു കെട്ടാണ് കെട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തിരിക്കരുത്. അങ്ങനെ എൻ്റെ അയൽവക്കക്കാരനും ഞാനിവിടെ കൂടി വണ്ടി അവിടെ നിർത്തി പിന്നെ ലോറിയുടെ പുറകിൽ വീലിന് ഊട് വെക്കുകയും ആ ഊട് നിൽക്കാതെ വണ്ടി വന്ന് എൻ്റെ വീട്ടിലേക്ക് മറിയുകയാണ്. അപകടത്തിൽ വീട്ടിലുണ്ടായിരുന്നവരുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. 15 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുള്ളതായി വീട്ടുടമ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി അപ്സരാക്കുന്ന് തലമാലിയിൽ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കാൻ ഇനിയും നടപടിയില്ല. കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കയറ്റവും വളവുമുള്ള ഭാഗത്ത് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതും പ്രതിസന്ധിയാണ്. അടിമാലിയിൽ നിന്നും കൊരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറിയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടുംവളവും സ്ഥിതി ചെയ്യുന്നത്. ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. കയറ്റവും വളവുമുള്ള ഭാഗത്ത് കൂടി നിർമ്മാണ ജോലികൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ഈ ഭാഗത്ത് നിലവിൽ രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികൾ വാഹനയാത്രികർക്ക് ചെറിയ പ്രതിസന്ധിയല്ല തീർക്കുന്നത്. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എന്നും ഇത് നമുക്ക് ദുരിതമാണ് യാത്രകൾ. കാരണം ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് കാരണം നമ്മൾ സൈഡിൽ ചേർന്നാണ് നിലവിൽ വണ്ടി കൊണ്ട് നമ്മൾ പോകുന്നത്. കാരണം ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പൊങ്ങുവാണ്. ഇതിപ്പോൾ അധികാരികളോട് പറഞ്ഞിട്ടും കുറച്ച് നാളുകളായി വളരെ മോശമായ അവസ്ഥയാണ് റോഡിൻ്റെ. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴിപരിചിതമല്ലാതെത്തുന്ന ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു.
ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. കൊടുംവളവിൽ ഉൾപ്പെടെ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ അടിയന്തരമായി അടയ്ക്കുകയും ഒപ്പം കൊടുംവളവിൽ വീതി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് എം മണി MLA. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ അടുക്കളയിലും അരങ്ങത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നവരാണ്. സ്ത്രീകൾ അബലകളല്ല, ശക്തരാണെന്നും കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീകൾക്കിടയിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും MLA പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്ത്രീകൾ അബലകളല്ല. ഞാൻ പറയാം, കുട്ടികളെ ജനിപ്പിക്കുന്നത് മുതൽ ത്യാഗം സഹിക്കുന്ന ത്യാഗസന്നദ്ധതയുള്ള ആളുകളാണ് വനിതകൾ, സ്ത്രീകൾ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബശ്രീ പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തുന്ന പഞ്ചായത്താണ് ബൈസൺവാലി എന്നും സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നുവരുന്നതിൽ കുടുംബശ്രീക്ക് വലിയ പങ്കുണ്ടെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ A. രാജ MLA പറഞ്ഞു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി LB പോൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയും കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. മുൻ ചെയർപേഴ്സൺമാരെയും മുൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെക്ക് വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം G. ശങ്കർകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാജമ്മ രാധാകൃഷ്ണൻ, രതീഷ് TM, പഞ്ചായത്ത് അംഗങ്ങളായ PA സുരേന്ദ്രൻ, ബാലസുബ്രഹ്മണ്യൻ K, ബിന്ദു മനോഹരൻ, ഓമന ഉണ്ണികൃഷ്ണൻ, KP ജയകുമാർ, ബിന്ദു സനൽകുമാർ, CDS ചെയർപേഴ്സൺ സുനോയ് ഷാജി, വനിതാ വികസന കോർപ്പറേഷൻ ബോർഡ് അംഗം ശൈലജ സുരേന്ദ്രൻ, പൊട്ടൻകാട് SCB പ്രസിഡന്റ് VP ചാക്കോ, പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ബൈസൺവാലി. കാണാം ശരണമന്ത്രം. സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി ഗാനാർച്ചന. ശബരിമലയിൽ തങ്ക സൂര്യോദയം തുടങ്ങി മലയാളികൾക്കേറെ പ്രിയമേറിയ ഭക്തിഗാനങ്ങളിലെ ക്ലാസിക് ഹിറ്റ് ഗാനങ്ങളാണ് അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ജോസഫ് സ്റ്റീഫൻ റോബിൻ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സുനിൽ കുമാർ, ലെയ്സൺ ഓഫീസർ അജിത് കുമാർ, ഹരീഷ് എന്നിവർ ഗാനാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. റവന്യൂ, ആരോഗ്യം, സർവേ, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളിലെ 40ഓളം ജീവനക്കാർ നടപ്പന്തലിലെ ശ്രീ ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഗാനാർച്ചനയിൽ വിവിധ ഗാനങ്ങൾ ആലപിച്ചു. സിറ്റി വിഷൻ, സന്നിധാനം. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. രാമക്കൽമേട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പെരുമ്പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിടികൂടി കാട്ടിലേക്ക് അയച്ചു. രാമക്കൽമേട് പുതുവേലിൽ അശ്വതി ഭവനിൽ അംബുജാക്ഷന്റെ കൃഷിയിടത്തിലാണ് ഉച്ചയോടെ പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കല്ലാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. BFO ES ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെരുമ്പാമ്പിനെ പിടികൂടി തമിഴ്നാട് വനമേഖലയിലേക്ക് വിട്ടയച്ചത്. പൂപ്പാറ പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വോളിബോൾ മാമാങ്കത്തിന് സമാപനം കുറിച്ചു. 8 ദിവസം നീണ്ടുനിന്ന മത്സരങ്ങളിൽ ന്യൂ സ്റ്റാർ ഇടുക്കി വിജയികളായി. മലയോര കാർഷിക മേഖലയ്ക്ക് ആവേശം പകർന്ന പൂപ്പാറ വോളി 2026 സമാപിച്ചു. ജനുവരി 1-ാം തീയതി ഉടുമ്പൻചോല MLA MM മണി തുടക്കം കുറിച്ച വോളിബോൾ മാമാങ്കം പൂപ്പാറ മേഖലയെ ആവേശത്തിലാഴ്ത്തി. പൂപ്പാറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിയോടെ ആരംഭിക്കുന്ന വോളിബോൾ മത്സരം കാണുവാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കായിക പ്രേമികളാണ് ഒഴുകിയെത്തിയത്. മത്സരങ്ങൾ കാണുവാനെത്തുന്നവർക്ക് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ കൈനിറയെ സമ്മാനങ്ങളും സംഘാടകർ നൽകി. കേരളത്തിന് അകത്തും പുറത്തു നിന്നുമുള്ള 8ഓളം ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഫൈനലിൽ മത്സരത്തിൽ ഈഗിൾ വാലി ക്ലബ്ബ് ഹൊസൂരും ന്യൂ സ്റ്റാർ ഇടുക്കിയും ഏറ്റുമുട്ടി. 3-0 ന്യൂ സ്റ്റാർ ഇടുക്കി വിജയം കരസ്ഥമാക്കി. ഫൈനൽ മത്സരത്തിന് ദേവികുളം സബ് കളക്ടർ VM ആര്യ IAS തുടക്കം കുറിച്ചു. ഉടുമ്പൻചോല SHO അനൂപ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച കായിക വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മത്സരങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി കായിക പ്രേമികളാണ് പൂപ്പാറയിലേക്ക് എത്തിയത്. മത്സരങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിരവധി സഹായ സഹകരണങ്ങളാണ് ലഭിച്ചതെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ചെയർമാൻ ലിജു വർഗീസ്, ക്ലബ് പ്രസിഡന്റ് NR അജി, സെക്രട്ടറി KR ദിബിൻ, NR ജയൻ, സേനാപതി ശശി, ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. പഴവർഗ്ഗങ്ങളും വിവിധ തരം ജ്യൂസുകൾക്കും ആവശ്യക്കാരേറുന്ന കാലമാണ് വേനൽക്കാലം. വേനൽക്കാലം എത്തിയതോടെ വഴിയോരങ്ങളിൽ വർദ്ധിച്ചു വരുന്ന മറ്റൊരു കാഴ്ചയാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പന. കരിമ്പിന്റെ മധുരത്തിനൊപ്പം ഒരൽപ്പം നാരങ്ങയും ഇഞ്ചിയും ചേർക്കുമ്പോൾ കരിമ്പിൻ ജ്യൂസിന്റെ രുചി വർദ്ധിക്കും. ദാഹമകറ്റി മനസ്സ് നിറഞ്ഞാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ മടങ്ങുന്നത്. മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ പകൽ അന്തരീക്ഷ താപനിലയും ഉയരുകയാണ്. പകൽ ചൂടിൽ തളരുമ്പോൾ ദാഹവും ഒപ്പം ക്ഷീണവും അകറ്റാനുള്ള ഉപാധികളിലൊന്നാണ് കരിമ്പിൻ ജ്യൂസ്. യാത്രാമധ്യേ കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ കണ്ടാൽ കരിമ്പിൻ ജ്യൂസിന്റെ രുചി നുകരാൻ വാഹനങ്ങൾ നിർത്താത്തവർ കുറവാണ്. വേനലിങ്ങെത്തിയതോടെ വഴിയോരങ്ങളിൽ പലയിടത്തും കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ സജീവമായി കഴിഞ്ഞു. അയൽ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളവരിൽ അധികവും. കരിമ്പിന്റെ മധുരത്തിനൊപ്പം ഒരൽപ്പം നാരങ്ങയും ഇഞ്ചിയും ചേരുമ്പോൾ കരിമ്പിൻ ജ്യൂസിന്റെ രുചി വർദ്ധിക്കും. ദാഹമകറ്റി മനസ്സ് നിറഞ്ഞാണ് കരിമ്പിൻ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ മടങ്ങുന്നത്. ഞങ്ങളിങ്ങനെ വന്നപ്പം കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടും ഉള്ള കാലാവസ്ഥയാണല്ലോ.
അപ്പോൾ ഞാനും കൊച്ചും കൂടെ ഒരെണ്ണം ഇപ്പോൾ കഴിച്ചാണ്. നല്ല കൂളിംഗ് ഉണ്ട്, നല്ല ജ്യൂസാണ്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ജ്യൂസിനായുള്ള കരിമ്പെത്തിക്കുന്നത്. അവ ചീകി വൃത്തിയാക്കി ജ്യൂസ് അടിക്കുവാൻ പാകപ്പെടുത്തും. ചൂടേറുന്ന ദിവസങ്ങളിൽ വിൽപ്പന തകൃതിയായി നടക്കും. 30 രൂപയാണ് അടിമാലി മേഖലയിൽ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിന്റെ വില. വാഹനയാത്രികരാണ് കരിമ്പിൻ ജ്യൂസിന്റെ ആവശ്യക്കാരിൽ അധികവും. വേനൽ കനക്കുന്നതോടെ തണലിൽ വണ്ടിയൊതുക്കി കരിമ്പിൻ ജ്യൂസിന്റെ കുളിർമയിൽ ദാഹമകറ്റി യാത്ര തുടരുന്നവരുടെ എണ്ണമേറും. തൊഴിലില്ലായ്മയെന്ന് പരിതപിക്കുന്നവർക്ക് മുമ്പിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന കുഞ്ഞൻ മാതൃക കൂടിയാണ് അയൽ സംസ്ഥാനത്തു നിന്നെത്തി ചെറിയ മുതൽ മുടക്കിൽ മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്ന ഈ തൊഴിലാളികൾ. സിറ്റി വിഷൻ, അടിമാലി. ജനപ്രതിനിധികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ആദരവ് നൽകി കാക്കത്തോട് നിവാസികൾ. രാഷ്ട്രീയം മറന്ന് എല്ലാ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാണ് വ്യത്യസ്തമായ രീതിയിൽ കാക്കത്തോട് പൗരാവലി ആദരവ് നൽകിയത്. ഉപ്പതറ CHCയിലെ സിവിൽ സർജൻ ഡോക്ടർ മിനി മോഹനൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. നാടിന്റെ വികസനത്തിനായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച കാക്കത്തോട് വാർഡിലാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒന്നു ചേർന്ന ജനപ്രതിനിധികളെയും ഡോക്ടർ മിനി മോഹനെയും ആദരിച്ചത്. നാടിന്റെ വികസനത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ പൗരാവലി ചെയർമാൻ KK ജയകുമാർ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടോണി തോമസ്, ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് കുറുമ്പുറം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ്, കൊച്ചുമോൾ ജോസഫ് എന്നിവരെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പടിപ്പാറ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജപ്പൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം MA സുനിൽ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് സജിൻ സ്കറിയ, ഷിജോ ഫിലിപ്പ്, കുമാരി എലൈൻ ട്രീസ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവീശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ജനുവരി 10 മുതൽ 14 വരെ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി നോർത്ത് രാമചന്ദ്രം ദേവി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കിരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ജനുവരി 10 മുതൽ 14 വരെ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് CN സുരേഷ്, സെക്രട്ടറി VR സുനിൽകുമാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു. ഈ 5 ദിവസ കാലയളവിൽ നിരവധി ആയ കലാപരിപാടികളോടുകൂടിയും അതുപോലെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളോടുകൂടി വളരെ ഭംഗിയായി നടത്തപ്പെടുകയാണ്. 14-ാം തീയതി നമ്മൾ കുരുവിള സിറ്റിയിൽ നിന്നും ഒരു ദേശഘോഷയാത്ര ഉണ്ട്. ആ ഘോഷയാത്ര തെയ്യം അതുപോലെ കാവടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, നവകലശം, പഞ്ചഗവ്യം, ദീപാരാധന, ഗണപതി ഭഗവാന് അപ്പം മൂടൽ, അഷ്ടാഭിഷേകം, അൻപൊലിപ്പറ, സമൂഹ മഹാഗണപതി ഹോമം തുടങ്ങിയ പൂജാകർമ്മങ്ങൾക്ക് പുറമെ നൃത്തസന്ധ്യ, നാടൻപാട്ട്, കൈകൊട്ടിക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികളും നടക്കും. സിറ്റി വിഷൻ, രാജകുമാരി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 12,770 രൂപ, പവന് 1,02,160 രൂപ, വെള്ളി ഗ്രാമിന് 268 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പുതറ MC കവലയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് രതീഷിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. 6 അംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്.
ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ളതുപോലെ തിരിച്ചു വിളിക്കുവാനും ജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നുവെങ്കിൽ LDF സർക്കാർ കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നുവെന്ന KPCC സെക്രട്ടറി MN ഗോപി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലും ഇടുക്കിയിൽ UDF വിജയിക്കുമെന്നും MN ഗോപി. ഇടുക്കി നെടുങ്കണ്ടത്ത് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം. താന്നിമൂട് സ്വദേശി അബ്ദുൾ റസക്കന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അടിമാലി അപ്സറാക്കുന്ന തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടുംവളവിലെ അപകട സാധ്യത കുറയ്ക്കാൻ നടപടിയില്ല. കൊടുംവളവും കുത്തനെയുള്ള കയറ്റവും മൂലം ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.